ഡിവൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? സ്കൂൾ പരിസരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബിൽഡിങ്സ് വരുന്നുണ്ട്? പല ടൈപ്സ് ഓഫ് ബിൽഡിങ്സ് വരുന്നുണ്ട് അല്ലെ? ഷെഡ്സ് വരുന്നുണ്ട്, ടെമ്പററി ബിൽഡിങ്സ് ഉണ്ട്, ടോയ്ലറ്റ്സ്, യൂറിനൽസ്, വാട്ടർ ടാങ്ക്സ് ആൻഡ് വാട്ടർ സോഴ്സസ്. Then verandas, playground, gardens, footpaths, etc. നമുക്കറിയാം ഒരു സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ ചുറ്റിപ്പറ്റി വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. Okay. Yes. As far as the building is concerned, teachers cannot think of doing the construction works like leaking, cracking, damages, or something like this. She should pass on the information to her teacher, to her higher authorities, then and make her reminder periodically. But she should not insist on the management daily or whenever she sees them which will annoy them. ഇനി ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ കൺസ്ട്രക്ഷൻ നടക്കാൻ ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സ്കൂളിൽ എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജസോ ക്രാക്കിങ്സോ ഡാമേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ടീച്ചേഴ്സ് അത് ഉടനടി റിപ്പോർട്ട് ചെയ്യണം അല്ലെ? ഹയർ അതോറിറ്റീസിന് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്തിരിക്കണം. കേൾക്കുന്നില്ലേ നിങ്ങൾ പറയുന്നത്? കേൾക്കുന്നുണ്ട് മിസ്സേ. ഓക്കെ. യെസ്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ഉള്ള ബിൽഡിങ്സിന് എന്തെങ്കിലും ഡാമേജസ് അത് ചോർച്ചയൊക്കെ ഉണ്ടാവും അല്ലെ? ചില ബിൽഡിങ്സിന് ചോർച്ച ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ മഴക്കാലം ആയി കഴിഞ്ഞാൽ അതൊക്കെ ശ്രദ്ധയിൽപ്പെടും. അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്സിൽ എന്താണ് വിണ്ടകീറ അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടുപോകുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും മേൽക്കൂടുകളൊക്കെ ഇളകിയൊക്കെ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ഉടനടി തന്നെ ഹയർ അതോറിറ്റീസിന് നമ്മൾ അറിയിക്കേണ്ടതാണ്. ഓക്കെ. Yes. But she should not insist on the management daily or whenever she sees the which will be annoy them. എന്താ പറയുന്നത്? ടീച്ചർ എന്തിൽ അസ്വസ്ഥ ഉളവാക്കുന്നു എന്നാണ് പറയുന്നത്? ടീച്ചേഴ്സ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കരുത്, കാണുമ്പോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. എന്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല എന്നാ പറയുന്നത്? ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എപ്പോഴും കാണുമ്പോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. എന്തെങ്കിലും മെയിൻ്റെനൻസ് ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ബിൽഡിങ്സിന് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയേണ്ട ഒരു ശരിക്കും പറഞ്ഞാൽ എന്താണ് ദിവസേന തന്നെ ഇത് പറയരുത് എന്നാണ് പറയുന്നത്. അതായത് അത് മാനേജ്മെന്റിന് അലോസരപ്പെടുത്തും എന്നാണ് പറയുന്നത്. പക്ഷെ ടീച്ചേഴ്സ് അങ്ങനെ എപ്പോഴും റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ശരിക്കും ചിലപ്പോൾ അവരുടെ ശ്രദ്ധയിൽ പെടുള്ളൂ. ഓക്കെ. അപ്പൊ അവര് കാണിക്കുന്ന ഒരു അസുഖത്തെ മൂലം ചിലപ്പോൾ കുട്ടികൾക്ക് ആർക്കും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. But she should not insist on the management daily or whenever she sees them which will annoy them. അവരെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ടീച്ചേഴ്സ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷെ അതങ്ങനെ ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ? അങ്ങനെ പറയാതിരിക്കുന്നത് ശരിയാണോ? ടീച്ചറിന്റെ ഒരു എഫേർട്ട് അനുസരിച്ചിട്ടായിരിക്കും ആ ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ശരിയല്ലേ? അതെ മാം. ഇത് പറയുന്നത് ശരിയാണ്. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? റിപ്പീറ്റ് ചെയ്യിപ്പിക്കാതിരിക്കേണ്ട ഉത്തരവാദിത്തം മാനേജ്മെന്റിന്റെയാണ് അല്ലെ? ടീച്ചറെ കൊണ്ടത് പറയിപ്പിക്കരുത് എന്നുള്ളൊരു ഒരു അജണ്ട ഉണ്ടാവേണ്ടത് ആർക്കാണ്? മാനേജ്മെന്റ് ആയിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്. ഇനി at the same time, if she happens to see any student scribbling on the wall, making aids to building, walking in the restricted areas, plucking the leaves and flowers, she should check the student under the guidance of the management. Teachers can jointly celebrate a day as a cleaning day, in which students are engaged on the cleaning work under the supervision of the teacher and also with the aid of sub-teachers. എന്താ പറയുന്നത്? ഇനി ബിൽഡിങ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ചില കുട്ടികൾ സ്ക്രൈബിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രൈബിംഗ് ഓൺ ദ വാൾ എന്ന് പറഞ്ഞാൽ എന്താ? കുത്തി വരയ്ക്കും അല്ലെ? ബിൽഡിങ്സിലൊക്കെ കുത്തി പേനയും അല്ലെങ്കിൽ എന്താ കോമ്പസ് ഒക്കെ വെച്ചിട്ട് മോശമായിട്ടുള്ള രീതിയിലൊക്കെ വരയ്ക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. പിന്നെ അതുപോലെ എന്താണ് റെസ്ട്രിക്റ്റഡ് ഏരിയാസിൽ അല്ലെ, നിരോധിതമായിട്ടുള്ള മേഖലയിൽ കുട്ടികൾ പോയിട്ട് എന്ത് ചെയ്യും? അവിടെ ഇപ്പൊ പൂന്തോട്ടം ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലേസ് ആണെങ്കിൽ അവിടെ പോയി നിന്ന് ഫ്ലവേഴ്സിന്റെ ലീവ്സ് ഒക്കെ എന്ത് ചെയ്യും? പ്ലക്ക് ചെയ്തെടുക്കും അല്ലെ? എന്താ പറയുന്നത്? നോക്കൂ,
ചില കുട്ടികൾ ചില സ്റ്റുഡൻസ് എന്താണ് നമ്മളുടെ ബിൽഡിങ്സിനൊക്കെ കുത്തി വരയ്ക്കാനുള്ള ചാൻസസ്. സ്ക്രബ്ലിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ കുത്തി വരയ്ക്കുക അല്ലെങ്കിൽ വരയ്ക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് അല്ലെ. അപ്പൊ ബിൽഡിങ്സ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ക്ലാസ് റൂം എന്താണ് മോശമാവണേ അല്ലെ. അത്തരത്തിൽ നല്ല പെയിന്റിങ്സ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം കുട്ടികൾ വന്നത് നശിപ്പിക്കാനുള്ളൊരു പ്രവണതയുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ എന്താണ് ചില കുട്ടികൾ ഇങ്ങനെ ബിൽഡിങ്സിന്റെ മുകളിൽ കൂടി ഒക്കെ കയറി ഇറങ്ങാം. അപ്പൊ റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ആയിരിക്കും. ചില കുട്ടികളോട് മുകളിലേക്ക് കയറുന്നത് പറഞ്ഞിട്ടുണ്ടാവും ചെറിയ കുഞ്ഞുങ്ങളോട്. അപ്പൊ അതൊക്കെ നിരോധിച്ച് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഇന്റർവെൽ ടൈമിലേക്ക് മുകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ റെസ്ട്രിക്റ്റഡ് ഏരിയാസിൽ നിന്നും പൂക്കളൊക്കെ പറിച്ചെറിയുന്നു, ചെടികളൊക്കെ പറിച്ചെറിയുന്ന ഒരു പ്രവണത കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതെന്താണ് ചെയ്യേണ്ടത്? ടീച്ചേഴ്സ് അത് വളരെ നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യുകയും വേണം. ഇനി കുട്ടികളെ ഇത്തരത്തിലെ ഒരു അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലീനിങ് ഡേ, അതായത് നമ്മൾ ഈ എന്താ പറയാ സേവനവാരമൊക്കെ ചെയ്യാറുണ്ട് നമ്മള് ക്ലീൻ ചെയ്യുന്ന ഒരു ഡേ, അതേപോലത്തെ ഒരു ഡേ ഒക്കെ അവിടെ സെലിബ്രേറ്റ് ചെയ്യണേ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് അവിടെ എങ്ങനെയാണ് സ്കൂൾ പരിസരം സംരക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൂടി കുട്ടികൾക്ക് ലഭിക്കുന്നതായിരിക്കും. Okay, in which students are engaged on the cleaning work under the supervision of the teacher and also with the aid of the sub teacher. അപ്പൊ ഈ കുട്ടികളെ ഈ ക്ലീനിങ് ഡേ എങ്ങനെയാണ് ആചരിക്കുന്നത്? ആരുടെ നേതൃത്വത്തിലാണ് ആചരിക്കുന്നത് ക്ലീനിങ് ഡേ? ടീച്ചറുടെ സൂപ്പർവിഷനിലായിരിക്കുള്ളൂ കുട്ടികള് ആ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ക്ലീനിങ് ഡേ ഒരു മറ്റെന്ത് ഡേ ആയിക്കോട്ടെ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്? മനസ്സിലായോ? വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ലല്ലോ. ക്ലിയർ അല്ലേ അത്? നെക്സ്റ്റ് വരുന്നത് ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റനൻസ്. ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റനൻസ്. Parents expect more disciplinary training from the school than the book education. എന്താണ് പാരന്റ്സ് എന്താണ് ആഗ്രഹിക്കുന്നത്? Parents expect more disciplinary training from the school than book education. പാരന്റ്സ് എന്ത് കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? കുട്ടികള് എങ്ങനെയായിരിക്കുന്നതാണ്? ഡിസിപ്ലിൻ ആയിട്ട് അച്ചടക്കത്തോടെ ഇരിക്കാനായിട്ട്. വിദ്യാഭ്യാസത്തേക്കാൾ കൂടുതൽ അച്ചടക്കമായിരിക്കണം എന്നാണ്, അച്ചടക്കം ഉണ്ടായിരിക്കണം കുട്ടികൾക്ക് എന്നാണ് പാരന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അച്ചടക്ക പരിശീലനമാണ് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടേണ്ടതെന്നാണ് ചില പാരന്റ്സ് എല്ലാം എക്സ്പെക്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, for this maintenance the discipline in the classroom itself is not sufficient. Students have to behave before the elders with their friends and with the എങ്ങനെ എടുക്കുന്നോ? ടെക്സ്റ്റിൽ നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? others the friends and with others ഒരുമിച്ച് തന്നെയാണ് അല്ലേ? ഓക്കെ, students have to behave before the elders with their friends and with others even if the student is alone. Self-discipline should have to be maintained, so the teacher as a body of the school should enforce discipline. ഡിസിപ്ലിൻ എങ്ങനെയായിരിക്കും ക്ലാസ് റൂമിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്. അതായത് ക്ലാസ് മുറിയിൽ അച്ചടക്കം പാലിക്കുക എന്ന് പറയുന്നത് എന്താണ്? വിദ്യാർത്ഥികൾക്ക് പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എന്താണ് പോസിബിൾ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. ടീച്ചേഴ്സിനും അതുപോലെ തന്നെ കുട്ടികളെ അടക്കി ഒതുക്കി ഇരുത്താന്നുള്ളത് എന്താണ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. നമുക്ക് അത്ര ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താണ് നല്ലൊരു പരിശീലനത്തിലൂടെ മാത്രം ശരിക്കും കുട്ടികളെ ഡിസിപ്ലിൻഡ് ആയിട്ട് ക്ലാസ് മുറിയിൽ എത്താനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഡിസിപ്ലിൻ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരിക്കും കുട്ടികൾ ഏത് രീതിയിലുള്ള ബിഹേവിയർസ് ആയിരിക്കണം കാണിക്കേണ്ടത്? സ്റ്റുഡൻസ് ഹാവ് ടു ബിഹേവ് ബിഫോർ ദ എൽഡേഴ്സ് വിത്ത് ദെയർ ഫ്രണ്ട്സ് ആൻഡ് വിത്ത് അതർ ഈവൻ സ്റ്റുഡൻസ് ഇസ് അലോൺ. എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്? എൽഡേഴ്സിനോടൊക്കെ ഇങ്ങനെ പെരുമാറണം. റെസ്പെക്ട് വേണം. റെസ്പെക്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഒബീഡിയന്റ് ആയിരിക്കണം. കെയറിംഗ് ആയിരിക്കണം. കെയറിംഗോ ആണോ? സെൽഫ് ഡിസിപ്ലിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? സെൽഫ് ഡിസിപ്ലിൻ
സ്വയം അച്ചടക്കം പാലിക്കേണ്ട ആവശ്യകത എന്താണ്? അധ്യാപകന് പറഞ്ഞു കൊടുക്കുന്നതിലപ്പുറം ആ കുട്ടി എന്ത് ചെയ്യണം? സ്വയം അല്ലെ സെൽഫ് ഡിസിപ്ലിൻ അവൻ തന്നെ പാലിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ടീച്ചറിന് ഒരുവിധം പറഞ്ഞു കൊടുക്കാം, നമുക്ക് എത്രത്തോളം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, പക്ഷെ കുട്ടിയാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ. പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് താൻ അവിടെ ഡിസിപ്ലിൻ ആയിരിക്കണം. ഓരോ കുട്ടിയും അത് വിചാരിച്ചാൽ മാത്രമേ ആ ക്ലാസ് അല്ലെ ആ ഒരു ഹോൾ ബോഡി നമുക്ക് നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ആ ഒരു സ്കൂൾ മൊത്തത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അതായത് ഒരു ടീച്ചർ വിചാരിച്ചെന്ന് കരുതി എന്താണ് ഡിസിപ്ലിൻ അവിടെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. ആര് വിചാരിക്കണം? ഓരോ സ്റ്റുഡൻസും അല്ലെ. സെൽഫ് ഡിസിപ്ലിൻ അവർ തന്നെ വിചാരിച്ചാൽ മാത്രമേ ആ ക്ലാസ് നമുക്ക് അച്ചടക്ക പരിപാലനത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ. Discipline is not like intelligence to come by nature. It comes only by practice. Discipline എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കുട്ടികൾക്ക്? Discipline is not like intelligence. അതൊരു ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ട് വരുന്ന കാര്യമാണോ? ആണോ? അല്ല. പ്രാക്ടീസിലൂടെ തന്നെ പ്രാക്ടീസിലൂടെ നിരന്തരമായിട്ടുള്ള പരിശീലനത്തിലൂടെ മാത്രമേ നമുക്കത് സാധ്യമാകുള്ളൂ അല്ലെ. സെൽഫ് ഡിസിപ്ലിൻ അത് നാച്ചുറലി വരേണ്ടതാണ് അല്ലെ. നമ്മൾ അതിൽ പരിശീലനം തരും നാച്ചുറലി സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണ്. ഒരു സിറ്റുവേഷൻ ഒരു ക്ലാസ് മുറിയിൽ ഒരു കുട്ടി എങ്ങനെ ഇരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ആദ്യം ടീച്ചർ ഇൻസ്ട്രക്ഷൻസ് തരും. അതിനനുസരിച്ച് പിന്നീട് ആ കുട്ടി മാറണം അല്ലെ. മാറാനുള്ള രീതിയിലായിരിക്കണം ടീച്ചർ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ സ്വയം നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു ടെൻഡൻസിയാണ് ഇത്, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അത് നിരന്തരമായ പ്രാക്ടീസിലൂടെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീച്ചർ ക്ലാസ്സില് നമ്മൾ എന്താ പറയാ അസംബ്ലിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യ സമയത്ത് എങ്ങനെ കുട്ടികൾ തോന്നിയ പോലെ ക്യൂ ഒന്നും ഇല്ലാതെ എന്താണ് ലൈൻ ഒന്നും അല്ലാതെ വേഗം നിർത്തി ഓരോരുത്തരായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകും. പക്ഷെ അങ്ങനെ പോകുന്നതാണോ നല്ലത്? അതിനുശേഷം ടീച്ചർ പറഞ്ഞു കൊടുക്കും അങ്ങനെയല്ല, ഗേൾസ് ഒരു ലൈൻ ബോയ്സ് ഒരു ലൈൻ നിങ്ങൾ ഒരുമിച്ചായിരിക്കണം പോവേണ്ടത്. കൈകൾ ബാക്കിൽ കെട്ടി നല്ല അറ്റൻഷൻ ആയിട്ട് നല്ല രീതിയിൽ നടന്നു പോകാനായിരിക്കും പറയുന്നത്. ശബ്ദമൊക്കെ ഉണ്ടാക്കുക ആദ്യം അങ്ങനെ പറയും. രണ്ടാമത്തെ ദിവസം എന്താണ് ചിലപ്പോൾ കുറച്ചുകൂടി ശരിയാകും, എന്നാലും കുറച്ചുകൂടി പോരാനുള്ളത്. പിന്നീട് എന്താണ് നിരന്തരം ഇവര് പോയാണെന്നുള്ളത് അത് ഒരു സ്ട്രക്ചേർഡ് ആയി മാറുന്നത് അല്ലെ. കൃത്യമായിട്ട് ആ ഡിസിപ്ലിൻ അച്ചടക്കം പാലിച്ചുകൊണ്ടായിരിക്കും കുട്ടികള് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ. അപ്പൊ നിരന്തരമായിട്ട് ടീച്ചർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ കുട്ടികളെ ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് സാധിക്കൂ. The teacher also should keep discipline and be the model of the students. Sorry, ഒരു വാക്ക് വിട്ടുപോയി. So every teacher has a duty to force discipline then and there. ഇപ്പൊ ഓരോ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്? കുട്ടികളിൽ നല്ലൊരു അച്ചടക്കശീലം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിനെ അവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കാതെ അതിനെ കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി if she finds default, then she has the right to take punitive actions and against them. ഈ കുട്ടികള് ടീച്ചർ എത്ര പറഞ്ഞിട്ടും അത് അനുസരിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എത്ര ആക്ഷൻ ആണ് ടീച്ചർ എടുക്കേണ്ടത്? പ്രിവെന്റീവ് ആക്ഷൻസ് എന്ന് പറഞ്ഞ എന്താണ്? ശിക്ഷാ നടപടികൾ അല്ലെ. പണിഷ്മെന്റ് കൊടുക്കുന്നു അല്ലെ. എത്ര പറഞ്ഞിട്ടും ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് കുട്ടികൾ അനുസരിക്കുന്നില്ല എങ്കിൽ നമുക്ക് അവർക്ക് നേരെ എന്തെടുക്കാം? ഒരു ആക്ഷൻ എടുക്കാം അല്ലെ. പണിറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ ശിക്ഷാ നടപടി നമുക്ക് കുട്ടികൾക്കെതിരെ സ്വീകരിക്കാം. ശിക്ഷ എന്ന് ഉദ്ദേശിക്കുന്നതിൽ വഴക്ക് പറയാം, അല്ലെങ്കിൽ ഒരു തല്ലി കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലെ. യെസ്. ഇതൊന്നും പറ്റില്ലെങ്കിൽ മാത്രമായിരിക്കും ചിലപ്പോൾ പാരന്റ്സിനോട് പറയുന്നത് ക്ലാസ്സിൽ യാതൊരു വിധത്തിൽ അച്ചടക്കം കുട്ടി പാലിക്കുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ ശ്രദ്ധിക്കണമെന്ന് പാരന്റ്സിനെ വിളിച്ച് പറയുന്നത്. ഒരു രക്ഷയും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ വഴക്കിൽ തന്നെ ആള് നേരെയാവും, അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ ഒരു അടി കൊണ്ട് ചിലപ്പോൾ ശരിയാവില്ല. എന്നിട്ട് ശരിയായെങ്കിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുപോയി ശരിയാക്കുന്നത്, അല്ലെങ്കിൽ പാരന്റ്സിനെ വിളിക്കുന്നത് കേട്ടോ. ചില കുട്ടികൾ എന്താ പറയാ, നമ്മൾ തലതെറിച്ച കുട്ടികൾ എന്നൊക്കെ പറയില്ലേ, ഒന്നും പറഞ്ഞനുസരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടാവും. എത്ര പറഞ്ഞാൽ അപ്പൊ ഒട്ടും ഡിസിപ്ലിൻ ആയിരിക്കില്ല ആള്, ഭയങ്കര മോശമായിരിക്കും ക്ലാസ്സിൽ. അത്തരത്തിലുള്ള കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരുന്നത്. യെസ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് നമുക്ക് അതിനെതിരെയുള്ള ഒരു ആക്ഷൻസ് ശിക്ഷാ നടപടിയിൽ കൊടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ഓക്കെ. ടീച്ചർ ആൾസോ ഷുഡ് കീപ് ഡിസിപ്ലിൻ. കേട്ടോണ്ടിരിക്കുകയാണോ ക്ലാസ്സിൽ എല്ലാവരും? അതെ മാം. യെസ്. മിണ്ടാതിരിക്കുന്നോണ്ട് ചോദിച്ചത് കേട്ടോ. Teacher also should keep discipline and be the model to the student. ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം? The teacher also should
keep discipline and be the model to student. ടീച്ചറിന് എന്തുണ്ടായിരിക്കണം അപ്പോ? ടീച്ചർ ഇതേപോലെ കുട്ടികളെ ഡിസിപ്ലിൻ കാണിക്കാൻ പറയുന്നതിൽ ടീച്ചർ ഒരു മാതൃകയായിരിക്കണം. എങ്ങനെയായിരിക്കണം അല്ലെ? ടീച്ചർ വെൽ ഡിസിപ്ലിൻ ആക്കി കുട്ടികളോട് ബിഹേവ് ചെയ്യണം. ടീച്ചർ ഒരു റോൾ മോഡൽ ആയിരിക്കണം കുട്ടിക്ക്. എങ്കിൽ മാത്രമേ കുട്ടികൾ അത് അംഗീകരിക്കുകയുള്ളൂ, അതേപോലെ പെരുമാറാനായിട്ട് കുട്ടികൾ പഠിക്കുകയുള്ളൂ. ഓക്കെ. She should completely avoid bad habits such as gossiping, nail biting, etc. അപ്പൊ ടീച്ചർ നല്ലൊരു റോൾ മോഡൽ ആണെങ്കിൽ ടീച്ചറിന്റെ കുറച്ച് ബാഡ് ഹാബിറ്റ്സിൽ ചിലപ്പോ മാറ്റി വെക്കേണ്ടതായിട്ട് വരും അല്ലെ? എന്തൊക്കെ ബാഡ് ഹാബിറ്റ്സ് ആണ് പറയുന്നത്? ഗോസിപ്പ് പറയുന്നത്. കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ മറ്റു ടീച്ചേഴ്സായിട്ടൊക്കെ അങ്ങനെ സംസാരിക്കുന്നതൊക്കെ, അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ പറയുന്നത് കുട്ടികൾ ശ്രദ്ധിക്കുന്നത്? അതൊരു ഡിസിപ്ലിന്റെ അത് ശരിക്കും ഒരു നല്ലൊരു ശീലമല്ല, അതൊരു ബാഡ് ഹാബിറ്റ് ആണ്, അങ്ങനെ പറയാൻ പാടില്ല. നെയിൽ ബൈറ്റ്, ചില ടീച്ചേഴ്സ് ഉണ്ട് നന്നാക്കാൻ പഠിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചില മാനേഴ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ ഡെയിലി ചെയ്ത് തരുന്നത്. അപ്പൊ ചിലപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അറിയാതെ വന്നു പോകുന്നൊക്കെ. അപ്പൊ അതൊക്കെ എന്താണ്, അത്തരം ബാഡ് ഹാബിറ്റ്സ് ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച്, പ്രത്യേകിച്ച് ക്ലാസ് മുറിയിൽ അത് കാണിക്കാൻ പാടില്ല. ഓക്കെ സ്മിത? യെസ്. പിന്നെന്താണ്? And if she finds the co-staff is doing such, she should not be right enhance the discipline which will create problems, but she can give friendly talk to them separately. എന്താണ് നമ്മളിവിടെ പറയുന്നത്? ഇപ്പൊ അധ്യാപകർ അച്ചടക്കം പാലിക്കണം എന്ന രീതിയിലാണ് പറയുന്നത് അല്ലെ? അപ്പൊ അധ്യാപകന്റെ അച്ചടക്ക പാലിപാലനത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന്, അവരുടെ ബാഡ് ഹാബിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. പിന്നീട് വരുന്ന കാര്യം എന്താണ്? പിന്നീട് എന്താണ്? സഹപ്രവർത്തകരുമായിട്ട്, അല്ലെങ്കിൽ കോ സ്റ്റാഫുകൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? ബാക്കിയുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന മറ്റു സ്റ്റാഫുകളുമായിട്ട് പെരുമാറുന്ന സമയത്ത് അവരോടും എങ്ങനെയായിരിക്കണം നമ്മള്? എങ്ങനെയായിരിക്കണം? നല്ല ഡിസിപ്ലിനോട് തന്നെയായിരിക്കണം അവരോടും നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അല്ലെ? നമ്മുടെ സഹപ്രവർത്തകരോട് നമ്മള് യാതൊരു വിധത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സംസാരത്തിലോ അങ്ങനെയൊന്നും ബിഹേവ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഇൻ കേസ് ഇവിടെ പറയുന്നത് എന്താണ്? she can give friendly talk them separately about it. ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായെന്ന് വെക്കോ, സ്റ്റാഫുകൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായെന്ന് വെക്കോ, പക്ഷെ നമ്മൾ എന്ത് വേണം? മറ്റുള്ള ടീച്ചേഴ്സിന്റെ മുമ്പിൽ വെച്ച് ഒരിക്കലും അത് പറയരുത്. ഒരു ടീച്ചർ മറ്റു ടീച്ചർ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കും, പക്ഷെ അതൊരിക്കലും അവിടെ വെച്ച് പറയാൻ പാടില്ല. അല്ലെങ്കിൽ ടീച്ചറെ മാറ്റി നിർത്തി സെപ്പറേറ്റഡ് ആയിട്ട് അവർ ഫ്രണ്ട്ലി ടോക്കിലൂടെ പറഞ്ഞ് അതങ്ങ് അവസാനിപ്പിക്കണം. അങ്ങനെയാണ് ഒരു ടീച്ചേഴ്സ് ചെയ്യേണ്ടത്. കാരണം കുട്ടികൾക്ക് ഒരു റോൾ മോഡൽസ് എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി അധ്യാപകരെ മനസ്സിലാക്കണം. അപ്പൊ ചിലവരെന്താണ്, ചിലവര് ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ ഒക്കെ മൂലം ചിലപ്പോൾ സ്റ്റാഫ് റൂമിൽ കയറി വന്ന് കുഞ്ഞുങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ, നമ്മള് ശ്രദ്ധിക്കാതിരിക്കരുത്. കയറി വരുമ്പോ തന്നെ ടീച്ചർ എന്താ അങ്ങനെ വന്നത്, ടീച്ചർ അങ്ങനെ ചെയ്യരുതായിരുന്നു, എനിക്കത് മോശമായി, അങ്ങനെ ചെയ്യരുത്, എനിക്ക് ആകെ നാണക്കേടായി എന്നൊക്കെ ഒക്കെ പറഞ്ഞ് ചിലപ്പോൾ ആ ടീച്ചറിനെ വഴക്ക് പറയും. ചിലപ്പോൾ ആ ടീച്ചർ ചിലപ്പോൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും. പക്ഷെ അപ്പൊ അവിടെ എന്തായി? ടീച്ചർ അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തായി? മോശക്കാരിയായി. അങ്ങനെ ഒരിക്കലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ കോ സ്റ്റാഫേഴ്സ് ആയിട്ട് ഒരിക്കലും ഉണ്ടാകുന്നത്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് വെച്ച് മാറ്റി നിർത്തി ചോദിക്കുക. അതിപ്പോ ഒരു സ്കൂളിലാണെങ്കിലും ശരി, നമ്മൾക്ക് ഇപ്പൊ മറ്റെന്ത് വീട്ടിലെ കാര്യങ്ങളായാലും ശരി, ആരോടും നമ്മൾ ഓപ്പൺ ആയിട്ട് ചോദിക്കാതിരിക്കുക. ഒന്നിനെ അവരെ മാറ്റി നിർത്തിയിട്ടായിരിക്കണം ചോദിക്കേണ്ടത്. ഓക്കെ, അതും അധ്യാപകരുടെ ഡിസിപ്ലിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, മനസ്സിലായോ? യെസ് യെസ്. അപ്പൊ നമ്മളുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു. സ്കൂൾ മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒന്ന് ഇട്ടേക്കാം. മനസ്സിലായാലും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഡിസിപ്ലിൻസ് ആൻഡ് മെയിൻ്റനൻസും പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസും. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് യൂണിറ്റ് 2 ആണ് ഓഫീസ് മാനേജ്മെന്റ്. ടീച്ചേഴ്സിന് ക്ലാസ് മുറികൾ മാത്രമല്ല, സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുക്കുന്നത് ഓഫീസ് മാനേജ്മെന്റ്. ക്ലാസ് മുറികൾ മാത്രമല്ല പണി വരുന്നത്. എവിടെയൊക്കെയുണ്ട്? ഓഫീസ് വർക്ക് കൂടി ചെയ്യേണ്ടതായി വരുന്നു അല്ലെ? ഓഫീസ് വർക്കുകൾ കൂടി ടീച്ചേഴ്സിന് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. The word office management means maintaining the staff, maintaining the records, decision making and so on. But the teacher is not an office manager. She cannot make decisions or she does not want to control other staff. She is only taking part in the office work. എന്താണ്? നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലാസ് മുറിയുടെ മാത്രമുള്ള ഉത്തരവാദിത്തം വരുന്നത്. നമ്മൾക്ക് ആ സ്കൂളിന്റെ ഓഫീസ് വർക്കുകൾ കൂടി ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്? ഇപ്പൊ
ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? മെയിൻറ്റെയിനിങ് ദ സ്റ്റാഫ്, മെയിൻറ്റെയിൻ ദ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റാഫുകളെ മെയിൻറ്റെയിൻ ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുക, അത്തരം കാര്യങ്ങൾ എന്താണ് ഓഫീസ് മാനേജ്മെന്റുമായി വരുന്നുണ്ട്. ഇനി but the teacher is not an office manager. ഒരു ടീച്ചർ ഒരിക്കലും ഒരു ഓഫീസ് മാനേജർ അല്ല അല്ലെ. അതിന് വേറെ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ഓഫീസ് കൈകാര്യം ചെയ്യുന്നതിന് വേറെ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. എങ്കിലും എന്താണ് നമുക്ക് ഡ്യൂട്ടീസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. She cannot make decisions or she does not want to control the staff. ടീച്ചർ അല്ല സ്കൂളിലെ തീരുമാനം എടുക്കുന്നത്. ആരായിരിക്കും? ഒരു ഓഫീസ് ആയിരിക്കും അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് ആയിരിക്കുള്ളൂ തീരുമാനം എടുക്കുന്നത്. Then she does not want to control other staff. അപ്പോൾ മറ്റു സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യേണ്ട അധികാരം ആർക്കുണ്ട്? ടീച്ചറാണോ ചെയ്യുന്നത്? മറ്റു ടീച്ചേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ടീച്ചറാണോ? അല്ല അല്ലെ. She does not want to control other staff. മറ്റു സ്റ്റാഫുകളെ കൺട്രോൾ ചെയ്യേണ്ടത് ടീച്ചർ അല്ല. She is only taking part in the office work. ഓഫീസിൽ തരുന്ന ജോലികൾ മാത്രമായിരിക്കണം ടീച്ചർ ചെയ്യേണ്ടത്. അല്ലാതെ അവർക്ക് ടീച്ചേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യല, അവരെ നേരെയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ടീച്ചർ ചെയ്യേണ്ടത്. ഓഫീസിന്റേതായ കുറച്ച് വർക്കുകൾ നമുക്ക് തരും. അപ്പോ അത് ആവശ്യാനുസരണം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ക്ലാസ് റൂമിൽ മാത്രം നോക്കുകയല്ല, ഈ കുട്ടികളുടെ കാര്യങ്ങൾ മാത്രമല്ല നോക്കേണ്ടത്, അല്ലാത്തൊരു ഭാഗമാണ് എന്റെ ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഓക്കെ, often the teachers with good English and neat handwriting will be given the work of operate in the files and registers. ഇനി ചില ടീച്ചേഴ്സ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് നല്ലവരുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ്, ഇങ്ങനെ ഓരോരുത്തർക്കും സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കും ഓരോ വർക്കുകൾ ചിലപ്പോൾ കൊടുക്കുന്നത്. ഇനി ഫയൽ രജിസ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ എന്താണ് നല്ല ഭംഗിയായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും തരത്തില് സ്പീച്ച് ഒക്കെ നടത്തുന്ന സമയത്ത് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ആ ടീച്ചറിനായിരിക്കും കൂടുതൽ സെലക്ട് ചെയ്യുന്നത്, അവരായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അതർവൈസ് ഇറ്റ് വിൽ ബി, ഐ വിൽ ബി എന്നല്ല, ഇറ്റ് വിൽ ബി, മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. ഇറ്റ് വിൽ ബി ഗിവൺ സം അതർ വർക്ക്, she should do only the work dispersed to her. Giving ideas to others makes a teacher involved in others' work and this end the problems repeatedly. എന്താ പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കിയ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. പാരഗ്രാഫ്. ഒരു ടീച്ചർ അവർക്ക് കിട്ടിയ വർക്ക് മാത്രം ചെയ്യാം, മറ്റുള്ള ടീച്ചേഴ്സിന്റെ വർക്കിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവർക്ക്, അതായത് നമുക്ക് തന്ന ഉത്തരവാദിത്തങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലെ, നമുക്ക് തന്ന വർക്ക് മാത്രം ചെയ്യുന്നത്. മറ്റുള്ളവരുടെ വർക്ക്സിൽ ഒരു കാരണവശാലും നമ്മൾ എന്താണ് ഇടപെടാനോ അല്ലെങ്കിൽ അത് തിരുത്താനോ ഒന്നും നിൽക്കരുത്. നമ്മൾ എന്തെങ്കിലും തരത്തിൽ അങ്ങനെ തിരുത്താൻ ചെല്ലുന്ന സമയത്ത് എന്താണ് മറ്റു പ്രോബ്ലംസിലേക്ക് വരാനുള്ള ചാൻസ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. അവർക്ക് തന്ന ഡ്യൂട്ടി മാത്രമേ നമ്മൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. Every teacher should take care of maintaining the attendance register of her class. എല്ലാ ടീച്ചേഴ്സ്, ക്ലാസ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള ഏറ്റവും മെയിൻ റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ്? അറ്റൻഡൻസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെ, അറ്റൻഡൻസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തെന്ന ഡ്യൂട്ടിയാണ് എല്ലാ ടീച്ചറിന്റെയും ഉത്തരവാദിത്വം, ക്ലാസ് ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ലീവ് ലെറ്റേഴ്സ് ഓഫ് ഹർ ക്ലാസ്. ഇനി കുട്ടികളുടെ ലീവ് ലെറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നത് രണ്ട് പ്രധാന കാര്യങ്ങളാണ് ടീച്ചർ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചു വെക്കുന്ന രണ്ട് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഒന്ന് എന്താണ് അറ്റൻഡൻസ് രജിസ്റ്റർ, ലീവ് ലെറ്റർ ഓഫ് ഹർ ക്ലാസ്. ആൻഡ് രജിസ്റ്റേഴ്സ് വിസിറ്റേഴ്സ്. പിന്നെന്താണ് രജിസ്റ്റർ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാണ് രജിസ്റ്റർ വിസിറ്റേഴ്സിൽ വരുന്നത്? രജിസ്റ്റർ വിസിറ്റേഴ്സ് പേരൻസ് ആണ്. പാരന്റ്സ് ആണ് അല്ലെ. പാരന്റ്സ് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. പിന്നെ അത് എങ്ങനെയാണ് വരുന്നത്? രജിസ്റ്റർ വിസിറ്റർ വരുന്നത് ഏതൊരു ടൈമിലാണ്? മീറ്റിംഗ്സിന്റെ ടൈംസിൽ. മീറ്റിംഗ്സ്, ക്ലാസ് മീറ്റിംഗ്സ് അല്ലെ, ഓപ്പൺ ഹൗസ് ഒക്കെ വെക്കുന്ന ടൈമിലാണ് രജിസ്റ്റർ വിസിറ്റേഴ്സ് ടീച്ചർ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ ഈ മൂന്ന് റെക്കോർഡ്സുകളും എന്താണ് ടീച്ചേഴ്സിന്റെ കയ്യിലുണ്ടായിരിക്കും. അറ്റൻഡൻസ് രജിസ്റ്റർ, ലീവ് ലെറ്റേഴ്സ് ആൻഡ് രജിസ്റ്റർ വിസിറ്റേഴ്സ്. Then enter in the visitor's notebook during the absence of all her administrators. ഇനി ഈ മൂന്ന് കാര്യങ്ങളും അവർ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? എവിടെയാണ്?
നോട്ട് ബുക്കിംഗ് ഡ്യൂറിംഗ് ദ ആബ്സെൻസ് ഓഫ് ഓൾ ഹെർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞ എന്താ? അഡ്മിനിസ്ട്രേറ്റർ ബോധ്യപ്പെടുത്താം. എന്താണ്? അതായത് എന്ത് കാര്യങ്ങളാണെങ്കിലും അത് അഡ്മിനിസ്ട്രേറ്ററിന്റെ പരിധിയിൽ അല്ലെങ്കിൽ എല്ലാ രജിസ്റ്റേഴ്സിലും എന്താണ് അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം അല്ലെ. എല്ലാവരും എന്ത് ചെയ്തിരിക്കണം, നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. എല്ലാ അഡ്മിനിസ്ട്രേറ്റർമാരുടെയും അഭാവത്തില് സന്ദർശകരുടെ നോട്ട്ബുക്കില് അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം ടീച്ചർ എന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റേർഡ് ആയിരിക്കും. ഇതൊരു നോട്ട്, അതായത് ഇന്ന ഡേറ്റ് വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു രജിസ്റ്റർ ടീച്ചർ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും, റെക്കോർഡഡ് ആക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതൊരു തെളിവാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്തു, ആരൊക്കെ ഏതൊക്കെ പാരന്റ്സ് വന്ന് വിസിറ്റ് ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ടീച്ചർ കൃത്യമായിട്ട് ആ ഡേറ്റ് ഒക്കെ നോട്ട് ചെയ്ത് ഡേ ഏതാണ്, ഏത് ദിവസം എത്ര മണിക്ക് എന്നുള്ള കാര്യങ്ങൾ, ഏത് പാരന്റ്സ് ആണ്, ഏത് കുട്ടിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, റെക്കോർഡ്സ് കീപ്പ് ചെയ്യാന്നുള്ള മീനിങ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, ഡ്യൂറിംഗ് ദ ആബ്സെൻസ് ഓഫ് ഓൾ ഹെർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ആരുടെ ആബ്സെൻസിലാണ്? ആരുടെ ആബ്സെൻസിലാണ്? അഡ്മിനിസ്ട്രേറ്റർ. എല്ലാ അഡ്മിനിസ്ട്രേഷന്മാരുടെയും അഭാവത്തില് സന്ദർശകരുടെ നോട്ടില് സന്ദർശക എൻട്രികളെ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി നിഷ നിഷ if she is given the work, the operating, the admission register, staff leave register, and so on, the only she should touch them. The teacher in the office work should not leak the message even to the close friends or life partner. Keeping concealment is very important. ഇനി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ അഡ്മിഷൻ രജിസ്റ്റേഴ്സ്, സ്റ്റാഫ് രജിസ്റ്റർ, സ്റ്റാഫ് രജിസ്റ്റേഴ്സ് തുടങ്ങി എല്ലാ ഓഫീസ് വരുന്ന കാര്യങ്ങളും ആ റെക്കോർഡ്സുകളും ചിലപ്പോൾ ഉപയോഗിക്കുന്ന ആളായിരിക്കും. അല്ലെങ്കിൽ ഓഫീസിന്റെ എന്താണ് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ചിലപ്പോൾ കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കാം. എങ്കിൽ കൂടിയും എന്താണ് ഒരിക്കൽ പോലും ആ ടീച്ചർ ഓഫീസ് വർക്കിനെ പറ്റി അല്ലെങ്കിൽ ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറോട് പോലും പറയരുത്. അത് വളരെ രഹസ്യമായിട്ടിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർക്കുകൾ അതിൽ വരുന്നുണ്ട്, അവർ ഒരുപാട് റെക്കോർഡ്സുകൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരിക്കൽ പോലും നമ്മള് ഫ്രണ്ട്സിനോടോ ലൈഫ് പാർട്ട്ണറോടോ കൂടി പറയാനായിട്ട് പാടുള്ളതല്ല എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയരുതെന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? സ്കൂളിന്റെ സീക്രട്ട്നെസ് മറ്റുള്ളവർ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. യെസ്, ഒരിക്കലും നമ്മള് സ്കൂളിൻ്റെതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും, അതെടുത്തിട്ട് നമുക്ക് പുറത്ത് പറയാനായിട്ട് പാടുള്ളതല്ല അല്ലെ. ഓക്കെ, അപ്പൊ അത് വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. Any promotion from the teaching grade is only an administrative post. So the teacher should think that taking part in the office work is a training for her. എന്താണ് ഇവിടെ പറയുന്നത്? Any promotion from the teaching grade is only an administrative post. എന്താണ്? അതായത് ടീച്ചിങ് ഗ്രേഡിൽ നിന്നുള്ള ഏതൊരു പ്രമോഷനും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തസ്തിക മാത്രമാണെന്നാണ് പറയുന്നത്. അതായത് ടീച്ചർ ആണെങ്കിൽ കൂടി എന്താണ് ടീച്ചർക്ക് അവിടെ എന്ത് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്? ഓഫീസ് ഡ്യൂട്ടി കൂടി വരുന്നുണ്ട് അല്ലെ. അവിടെ പ്രമോഷൻ കൊടുക്കുന്നതല്ല, അവിടെ ടീച്ചർ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യേണ്ടി വരുന്നു? ഓഫീസ് വർക്ക് കൂടി ചെയ്യണം എന്നുള്ളൊരു അത് എല്ലാ സ്കൂളുകളിലും എന്താണ് അത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. വെറുതെ ക്ലാസ് മാത്രം നോക്കാനല്ല ടീച്ചേഴ്സ് ഉള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ടീച്ചർ കൈകാര്യം ചെയ്യുന്നതായിട്ടുണ്ട്. So the teacher should think that taking part in the office work is a training for her. അപ്പൊ നമ്മൾക്ക് എന്താണ് ഈ ഓഫീസ് ഡ്യൂട്ടി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഓഫീസ് വർക്കിനുള്ള ഒരു ട്രെയിനിങ് പരിശീലനമാണ് അല്ലെ. നമുക്കൊരു പരിശീലനമാണ്. സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് ഏത് രീതിയിൽ ചെയ്യണം, ഏത് മെത്തേഡ്സ് സ്വീകരിക്കണം, എങ്ങനെയാണത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു പരിശീലനം കിട്ടണം സ്കൂളിൽ നിന്ന്. എങ്ങനെ
ഒരു ഓഫീസ് വർക്ക് കംപ്ലീറ്റഡ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഒരു ടീച്ചറിന് ഒരു വർക്ക് മാത്രമല്ല എപ്പോഴും തരുന്നത്. ഓരോ ടീച്ചേഴ്സിന് എന്തെങ്കിലും അതിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇപ്പൊ ഫിനാൻസ് അല്ലെങ്കിൽ എന്താ പറയുക ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യങ്ങൾ ഓഫീസ് വർക്ക് ഒരാളായിരിക്കും നോക്കിയിരുന്നത്. നെക്സ്റ്റ് ഇയറിൽ എന്താണ് വേറൊരു ടീച്ചർക്കായിരിക്കും അത് കൊടുക്കുന്നത്. ഇങ്ങനെ മാറിയപ്പോ ഓരോ ടീച്ചർമാർക്ക് തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, യെസ്. In the starting point, she should show each and all work she does to her superiors who had allotted the work and is checked whether she had done it properly. ഇനി ഓരോ ടീച്ചേഴ്സിനും എന്താണ് ഓരോ ഡ്യൂട്ടീസ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അതൊരു സൂപ്പർവൈസറിന്റെ നേതൃത്വത്തിലായിരിക്കും, അല്ലെങ്കിൽ അവരെ മേൽനോട്ടം വഹിക്കുന്നതിനായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുന്നതിനായിട്ട് ഒരു ടീച്ചറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് സോറി can get checked whether she had properly done. അപ്പൊ കൊടുക്കുന്ന വർക്ക് ടീച്ചറിന് കൊടുക്കുന്ന വർക്ക് ടീച്ചർ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് അത് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആരുണ്ടായിരിക്കും? ആ ഒരു സുപ്പീരിയർ ഉണ്ടായിരിക്കും. ഒരു സീനിയർ ടീച്ചറുടെ നേതൃത്വത്തിലായിരിക്കുള്ളൂ ടീച്ചേഴ്സ് അത് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അല്ലെ, കൊടുക്കുന്ന വർക്ക് ടീച്ചർ അത് ഉത്തരവാദിത്തത്തോടുകൂടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്തിട്ട് മാത്രമായിരിക്കും പിന്നീടുള്ള വർക്കുകൾ ആ ടീച്ചറിന് കൊടുക്കും. ഓക്കെ, പ്രത്യേകിച്ച് ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളെ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കുറെ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ. അപ്പൊ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യെങ്കിൽ എന്താണ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസ്. അപ്പൊ വർക്ക് ഒരു ടീച്ചറിന് ഒരു വർക്ക് കൊടുത്തെന്നിരിക്കാം, അത് സൂപ്പർവൈസ് ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ ആ ടീച്ചർ അത് പീരിയോഡിക്കലായിട്ട് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ ടീച്ചറിന് മറ്റൊരു വർക്ക് പിന്നീട് കൊടുക്കുന്നത്. ഓക്കെ, നസ്രത്ത് മ്യൂട്ട് ചെയ്യണേ. ചെക്ക് ചെയ്ത് നോക്കും. നമ്മളൊക്കെ ചെയ്ത വർക്ക് അവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കുള്ളൂ പിന്നീട് അത് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, തെറ്റുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് ടീച്ചേഴ്സ് നമുക്കത് ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. Teachers are also given the office work of delivery of uniform. ഇനി ഏതൊക്കെ വർക്ക്സുകളാണ് ടീച്ചേഴ്സിന് വരുന്നതാണ് പറഞ്ഞത് കേട്ടോ. ഓഫീസ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്കുകളാണ് എന്തൊക്കെയാണ്? Delivery of uniforms, books, notebooks and special books like workbooks, map drawing books, diaries or calendar books. In all of above cases, teachers should not feel that this work is something like throwing fertilizers in the field. They have responsibility in this. At any time, they may be called for verification to whom they are given what is given at all. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ വർക്കുകളാണ് ടീച്ചേഴ്സിന് വരുന്നത്? ഓഫീസ് വർക്കുകളാണ്. യൂണിഫോംസ് അല്ലെ, ഡെലിവറി ഓഫ് യൂണിഫോംസ്, ബുക്സ്, ബുക്ക് വിതരണം ചെയ്യുന്നത്. പല ടൈപ്സ് ബുക്സ് ഉണ്ടാവാം, സ്പെഷ്യൽ ബുക്സ് ഉണ്ടാവാം, വർക്ക് ബുക്ക് ഉണ്ടാവാം, മാക് ഡ്രോയിങ് ബുക്സ് ഉണ്ടാവാം, ഡയറീസ്, കലണ്ടേഴ്സ്, ഇതെല്ലാം വിതരണം ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി ആർക്കായിരിക്കും? ടീച്ചേഴ്സിനായിരിക്കും അല്ലെ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ വർക്കുകളും ഇൻ ഓൾ അബൌവ് കേസസ് ടീച്ചർ അത് എന്താ പറയുന്നത്? ഇവിടെ ഒരു പോയിന്റ് പറയുന്നത് ശ്രദ്ധിച്ചേ. സംതിങ് ലൈക്ക് ത്രോയിങ് ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ ഫീൽഡ് എന്ന് പറഞ്ഞ എന്താണ്? ഈ തരുന്ന വർക്ക് ടീച്ചർ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നാണ് പറയുന്നത്? എത്ര പേർക്ക് കൊടുക്കുക, അവിടെ ഒരു പദം യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നോ, നമുക്ക് പാടത്ത് ഇങ്ങനെ വളം ഇടുന്ന രീതിയിലാണ് അവിടെ പറയുന്നത്. പാടത്ത് വളം ഇടുന്ന പോലെ വളരെ വൃത്തിയായിട്ട് ചെയ്യാമെന്ന്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, in all above cases, teacher should not feel. ടീച്ചർ അങ്ങനെ ഫീൽ ചെയ്യരുത്. എന്താണ് ഈ വർക്കുകള്? സംതിങ് ലൈക്ക് ത്രോയിങ് ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ ഫീൽഡ്, പാടത്ത് അല്ലെങ്കിൽ വളമിടുന്ന ടൈപ്പുള്ള അത്ര ലാഘവത്തോടെ ഒരിക്കലും നമ്മൾ ഈ വർക്കിനെ കാണാൻ പാടില്ല. ഓക്കെ, അധ്യാപകർ വയലില് വിളയെറിയുന്നത് പോലെ അല്ലെങ്കിൽ വളമെറിയുന്നത് പോലെയല്ല ഇത്തരം വർക്കുകൾ കൈകാര്യം ചെയ്യേണ്ട. ആ ഒരു മനോഭാവത്തോടു കൂടി ഒരിക്കലും ഈ വർക്കുകളെ സമീപിക്കരുത് എന്നൊരർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? വേറെ ഒന്നുമല്ല, ഇതിനെ നിസ്സാരമായി കാണരുത്. ഓക്കെ,
യൂണിഫോം വർക്ക് ആയിക്കോട്ടെ, മാപ് ഡ്രോയിങ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് എന്താണ് അത് അതിൻ്റെതായ രീതിയിൽ ഉത്തരവാദിത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് യൂണിഫോം ഡെലിവറി എന്ന് പറയുന്നത്. എനിക്ക് അതെങ്കിലും ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതൊരിക്കലും ഒരു നിസ്സാരമായ പണിയായിട്ട് കാണരുത്. വളരെയധികം ഉത്തരവാദിത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്തു തരുന്നത്. They have responsibility in this. At any time they will call for verification to whom they are given, what is given and all. അപ്പൊ നമ്മള് ഈ കൊടുക്കുന്ന നമ്മൾക്ക് തന്ന വർക്കുകൾ, ഇപ്പൊ യൂണിഫോം ആയിക്കോട്ടെ, ബുക്സുകളായിക്കോട്ടെ, ഇതിനൊക്കെ തന്നെ കൃത്യമായ ഒരു രേഖ ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾ അതിന് ഉത്തരവാദിത്വം പെട്ടിരിക്കേണ്ടതാണ് അല്ലെ. ആർക്കൊക്കെ ഏതൊക്കെ യൂണിഫോംസ് കൊടുത്തു, എത്ര മീറ്റേഴ്സ് വെച്ച് കൊടുത്തു, എത്ര കുട്ടികളിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നു, എത്ര കുട്ടികൾക്ക് ബാലൻസ് കൊടുക്കണം. ഇനി അതിലൊരു വെരിഫിക്കേഷൻ എപ്പോ വേണമെങ്കിലും ഉണ്ടാവും അല്ലെ. നമ്മുടെ ഇപ്പൊ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ പറയാണ് ടീച്ചർ യൂണിഫോമിന്റെ ബാക്കി പൈസയും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ എന്താണ്, നമ്മളിത് തോന്നിയ പോലെ ചെയ്തു വെച്ചാൽ എന്താണ് അത് ശരിയാവില്ല അല്ലെ. ഒരിക്കലും അത് ശരിയാവില്ല. അപ്പൊ വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും, എന്തായാലും ഉണ്ടായിരിക്കും. എത്ര എമൗണ്ട് എത്ര കുട്ടികളിൽ നിന്ന് സ്വീകരിച്ചു, എത്ര പേർക്ക് യൂണിഫോം ഡെലിവർ ചെയ്തു, എത്ര കുട്ടികൾ ഇത് ബാലൻസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ അതിനൊരു വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്, കൃത്യമായിട്ട് ഇതിന്റെ രേഖകൾ ഉണ്ടായിരിക്കണം. അത് റെക്കോർഡ്സിൽ നമ്മള് ടീച്ചേഴ്സ് ഓരോന്നിനും പേരും ഡേറ്റും കൃത്യമായ സമയം വരെ എഴുതിയിട്ടായിരിക്കണം അതായത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, so it is better for the teacher to keep a notebook at least and enter the date and item given, volume given and signature of the person to whom given in the same notebook. ഇനി ടീച്ചർ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നോട്ട്ബുക്ക് കരുതിയിരിക്കണം. എന്താണ് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ സമയത്ത് എത്ര വോളിയത്തിൽ കൊടുത്തു, ഏത് ഡേറ്റിൽ കൊടുത്തു, വാങ്ങിച്ച ആളുടെ സിഗ്നേച്ചർ ഒക്കെ രേഖപ്പെടുത്തിയിട്ട് വേണം ആ ബുക്കുകൾ സൂക്ഷിച്ചു വെക്കാനായിട്ട്. She should also keep a record of the material which she has received, the date, quantity and often she should verify their remaining stock. എന്താണ് ഈ റെക്കോർഡ്സുകൾ അനുസരിച്ചിട്ട് നമുക്ക് പിന്നീട് നോക്കാൻ എളുപ്പമാണ് അല്ലെ. ഏതൊക്കെ കുട്ടികൾക്ക് എത്ര വീതം കൊടുക്കണം, ആ ഒരു റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്താണ് എത്ര ക്വാണ്ടിറ്റി യൂണിഫോംസ് ഒക്കെ ആവശ്യമായി വരും എന്നുള്ളൊരു ഐഡിയ കിട്ടാനായിട്ട് നമ്മളിങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നത് വളരെയധികം ഫലപ്രദമായിരിക്കും. ഓക്കെ, പിന്നെ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടായിരിക്കും, എത്രത്തോളം സ്റ്റോക്കിന് ആവശ്യമായി വരും, എത്ര ക്വാണ്ടിറ്റി കുട്ടികൾക്ക് വേണം എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ, then it should not tally with the balance as per the notebook. This will keep her away from many problems. അപ്പൊ നമുക്ക് ഈ റെക്കോർഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ടീച്ചറിന് ഇതൊക്കെ ടാലി ചെയ്യുന്ന സമയത്ത് എന്താണ് ബാലൻസ് ഒക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനും അത് ഒരു കറക്റ്റ് ആയിട്ട് രേഖ ഉണ്ടാവില്ല. നമുക്കൊരു യാതൊരു കള്ളത്തരം അവിടെ കാണിക്കാൻ പറ്റില്ല. എന്തൊക്കെ കുട്ടികളെ ഏതൊക്കെ പരിക്ക് തന്നു, പേര് സഹിതം എല്ലാ റെക്കോർഡ്സുകളും സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ എന്താണ് അത് എപ്പോ വേണമെങ്കിലും വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അതെന്താണ് വെരിഫൈ ചെയ്യാനായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മളുടെ വേറെ ഭാഗത്ത് എന്താണ് യാതൊരു തെറ്റുകുറ്റങ്ങളൊന്നും തന്നെ കണ്ടെത്താനാവും. ഓക്കെ, കൃത്യമായിട്ട് ചെയ്യണം. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് യൂണിഫോംസിന്റെ വർക്ക്. മനസ്സിലായോ? അങ്ങനെ സൂക്ഷിക്കുമ്പോൾ എന്താണ് ഒരുപാട് പ്രോബ്ലംസിന് നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മള് അവിടെ ഇവിടെ എഴുതി വെക്കരുത്. അതിന് കൃത്യമായ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. ഏതൊക്കെ റെക്കോർഡ്സുകൾ എവിടെയൊക്കെ രേഖപ്പെടുത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അത് എഴുതി പോകണം. ഓക്കെ, ഒരിക്കലും അതിലൊരു വിട്ടുവീഴ്ച വരാനായിട്ട് പാടില്ല. അപ്പൊ ഈ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ തന്നെ എന്താണ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കിത് കാണിച്ചു കൊടുക്കാം. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ കാര്യങ്ങൾ ഇത്ര ബാലൻസ് ഉണ്ട്, ഇത്ര കുട്ടികളുടെ പൈസ എന്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ ബുക്സ് ആയിരിക്കും ഈ റെക്കോർഡ്സ് ആയിരിക്കും നമ്മൾ രക്ഷിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഇനി സ്കൂളിൽ ഉപയോഗിക്കുന്ന കുറച്ച് സ്പെഷ്യൽ ഫയൽസുകൾ ഏതൊക്കെയാണ്? ഈ ഫയൽസ് ടു ബി യൂസ്ഡ് ഇൻ സ്കൂൾസ് പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. ഫയൽസ് ടു ബി യൂസ്ഡ് ഇൻ സ്കൂൾ ഏതൊക്കെയാണ് നമുക്കറിയാം. അറ്റൻഡൻസ് റെക്കോർഡ്സ്, then mirror details about the students' attendance and staff attendance. മിറർ എന്താണ്? മിറർ എന്ന് പറഞ്ഞ റെക്കോർഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഡീറ്റെയിൽസ് about the students' attendance, സ്റ്റാഫ് അറ്റൻഡൻസിന്റെ കാര്യങ്ങൾ വരുന്ന കാര്യമുണ്ട് മിറർ റെക്കോർഡ്സിൽ ഉൾപ്പെടുന്നത്. then ലീവ് ലെറ്റർ രജിസ്റ്റർ ഉണ്ടായിരിക്കും. ലീവ് ലെറ്റേഴ്സ് രേഖപ്പെടുത്തുന്നതിനായിട്ട് ലീവ് ലെറ്റർ രജിസ്റ്റർ ഉണ്ടായിരിക്കും. ലീവ് രേഖപ്പെടുത്തുന്നതിനായിട്ട് ലീവ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. അഡ്മിഷൻ രജിസ്റ്റർ ഉണ്ടായിരിക്കും അല്ലെ. അഡ്മിഷൻ കാര്യങ്ങൾ അടങ്ങുന്ന എല്ലാ ഡീറ്റെയിൽസ് അടങ്ങുന്ന അഡ്മിഷൻ രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും.
സ്റ്റോക്ക് രജിസ്റ്റേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? നമ്പർ ഓഫ് ടെസ്റ്റ്, എത്രത്തോളം ടെസ്റ്റ് വേണം, ബെഞ്ചസ്, സയന്റിഫിക് ആർട്ടിക്കിൾസ്, ലാബുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങള്. മാർക്ക് രജിസ്റ്റേഴ്സ്, മാർക്കിന് ആവശ്യമായിട്ടുള്ള രജിസ്റ്റേഴ്സുകൾ. ഇൻഫർമേഷൻ അബൌട്ട് ദ മാർക്ക് ഒബ്റ്റെയിൻഡ് ബൈ സ്റ്റുഡൻസ് ഇൻ ഈച്ച് ആൻഡ് എവറി എക്സാമിനേഷൻ. ഓരോ കുട്ടികളും ഓരോ എക്സാമിനും വേണ്ടി മാർക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തുന്നതിനായിട്ടുള്ള ഒരു മാർക്ക് രജിസ്റ്റർ കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. ദെൻ ഫീസ് കളക്ഷൻ രജിസ്റ്റർ, ഫീസ് കളക്ട് ചെയ്യുന്നതിനായിട്ടുള്ള രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. വിസിറ്റേഴ്സ് നോട്ട് ഓർ ഇൻസ്പെക്ഷൻ രജിസ്റ്റർ, വിസിറ്റേഴ്സ് നോട്ട് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ രജിസ്റ്റർ. ഇതാണ് സ്കൂളിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന മെയിൻ ഫയൽസുകൾ അല്ലെങ്കിൽ റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത്. ഏറ്റവും പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഫയൽസ് ടു ബി യൂസ്ഡ് ഇൻ സ്കൂൾസ് എന്നുള്ളത് പഠിച്ചു വെക്കണം. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് പറയണ്ടല്ലോ, അറിയാലോ ഏതൊക്കെ റെക്കോർഡ്സുകളാണെന്ന് നിങ്ങളൊന്ന് ബൈക്കാട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട്. യെസ്, ക്ലിയർ ആണല്ലോ? അത് ഏതൊക്കെ ഫയൽസുകളാണെന്നുള്ളത്? Yes, ma'am. Yes, ma'am. Next, to take attendance. To take attendance. കണ്ടിട്ടുണ്ടോ നിങ്ങള്? അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് ഇത് കണ്ടിട്ടുണ്ടോ? അറ്റൻഡൻസ് ലെക്ചറില് നോക്കാം. ഒരു കോളം ഉണ്ടായിരിക്കും അല്ലെ, കുറച്ച് കോളംസ് ആയിട്ടായിരിക്കും. കോളംസ് ക്ലോസ് ഉള്ള ഒരു ബുക്സ് ആണ് അറ്റൻഡൻസ് രജിസ്റ്റർ ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ രേഖപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിക്കാം കേട്ടോ. ടു ടേക്ക് അറ്റൻഡൻസ്, ഫുൾ പ്രസന്റ് ആണെങ്കിൽ എന്താണ് മാർക്ക് ചെയ്തത് നമ്മള്? ഫുൾ പ്രസന്റ് ആണെങ്കിൽ കുട്ടി ഫുൾ പ്രസന്റ് ആണെങ്കിലാണ് ഇൻടു മാർക്ക് ചെയ്യുന്നത് അല്ലെ. ഫുൾ പ്രസന്റ് ആണെങ്കിൽ ഇൻടു മാർക്ക് ചെയ്യുന്നു. കാണുന്നില്ലേ? ടെക്സ്റ്റ് കാണുന്നില്ലേ? ശ്രദ്ധിക്കണം കേട്ടോ, എക്സാമിന് ചോദിക്കും. ഫുൾ പ്രസന്റ്. ദെൻ മോർണിംഗ് പ്രസന്റ് ആണെങ്കിലോ? മോർണിംഗ് പ്രസന്റ് ആണെങ്കിൽ എവിടെ നിന്നാണ് സ്ലാഷ് ഇട്ടിരിക്കുന്നത്? ഏത് സൈഡിൽ നിന്നാണ് അത്? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ. അതാണ് മോർണിംഗ് പ്രസന്റ് എന്ന് കാണുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ, വരച്ച് പഠിച്ചു വെക്കണേ. ദെൻ ആഫ്റ്റർനൂൺ പ്രസന്റ് ആണെങ്കിലോ? ആഫ്റ്റർനൂൺ പ്രസന്റ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെ. ആഫ്റ്റർനൂൺ പ്രസന്റ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കുള്ളൂ മാർക്ക് ചെയ്യുന്നത്. ദെൻ മോർണിംഗ് സ്പോട്ട്. എന്താണ് മോർണിംഗ് സ്പോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? മോർണിംഗ് സ്പോട്ട് എന്താണ്? മോർണിംഗ് സ്പോട്ട് എന്ന് പറയുമ്പോ എന്താ? രാവിലെ ഉണ്ടായിരുന്നു എന്നാണോ? ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണോ? രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ മോർണിംഗ് സ്പോട്ട് എന്ന് പറയുമ്പോ ഇവിടെ ഒരു സ്ക്വയർ വരച്ചിട്ട് ജസ്റ്റ് ഒരു ഡോട്ട് ഇടണം നമ്മൾ കേട്ടോ. സ്ക്വയർ വരച്ചിട്ട് റൈറ്റ് സൈഡില് സ്ക്വയർ വരച്ചിട്ട് ഒരു ഡോട്ട്, അതാണ് മോർണിംഗ് സ്പോട്ട്. ദെൻ മോർണിംഗ് ആബ്സെന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ്. മോർണിംഗ് ആബ്സെന്റ് ആണ്, ആഫ്റ്റർനൂൺ പ്രസന്റ് ആണെങ്കിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്? മോർണിംഗ് ആഫ്റ്റർനൂൺ പ്രസന്റ് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ആഫ്റ്റർനൂൺ സ്പോട്ട് ആണെങ്കിലോ? ആഫ്റ്റർനൂൺ സ്പോട്ട് ആണെങ്കിലോ ഉച്ചയ്ക്ക് മാത്രമാണ് പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? റൈറ്റ് സൈഡ് ഒരു കോളത്തിൽ ഒരു ഡോട്ട്. റൈറ്റ് സൈഡ് കോർണറിൽ നിന്നായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡ് കോർണറിൽ മാർക്ക് ചെയ്തിട്ട് ഒരു ഡോട്ട് ഇടുന്നു. അതാണ് ആഫ്റ്റർനൂൺ സ്പോട്ട്. സമയത്ത് ബുക്സിൽ അത് വരച്ചു നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും കേട്ടോ. മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ ആബ്സെന്റ്. കുട്ടി മോർണിംഗിൽ പ്രസന്റ് ആണ്, ആഫ്റ്റർനൂൺ ആബ്സെന്റ് ആവുമ്പോ എങ്ങനെയാ മാർക്ക് ചെയ്യേണ്ടത്? മോർണിംഗ് പ്രസന്റ് നമ്മൾ എങ്ങനെ പഠിച്ചത്? മോർണിംഗ് പ്രസന്റ് ആവുമ്പോ എവിടെ നിന്നാണ് വരയ്ക്കേണ്ടത്? റൈറ്റ് സൈഡിൽ നിന്ന്. റൈറ്റ് സൈഡിൽ നിന്ന് വരയ്ക്കാം. ജസ്റ്റ് ഒരു മാർക്കിംഗ് ചെയ്യുന്നു. ഡോട്ട് അല്ല, ജസ്റ്റ് മാർക്കിംഗ്. ദെൻ മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ ലീവ്. മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ കുട്ടി ലീവ് ആയാലും എങ്ങനെയാണ്? അത് മേലെ രണ്ട് കുറച്ചുകൂടി ഇവിടെ നീക്കിയിട്ട് വരയ്ക്കണം. ദെൻ കണ്ടോ, അവിടെ വരയ്ക്കണേൽ വ്യത്യാസമുണ്ട്. മറ്റേത് ഇവിടുന്ന് കോർണറിൽ എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ.
കുറച്ചിങ്ങനെ നീങ്ങിയിട്ടാണ്. അത് വരച്ചു തന്നെ പഠിക്കണം കേട്ടോ. മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ലീവ് ആണെങ്കിൽ എന്താണ്? കറക്റ്റ് ആയിട്ട് ഇപ്പോഴത്തേക്ക് നീക്കിയാണ് വരച്ചിരിക്കുന്നത്. കണ്ടോ? കുറച്ചും കൂടി ഇങ്ങനെ നീക്കി വരയ്ക്കണം. ഏകദേശം ഒരേപോലെ വന്നാൽ മതി. കറക്റ്റ് സ്പോട്ടർ വേണമെന്നില്ല. ആബ്സെന്റ് തന്നെയല്ലേ ലീവ്? എന്താണ് ആബ്സെന്റ് തന്നെ? അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നുള്ളൂ കേട്ടോ. ലീവ് അത് തന്നെയാണ്, സെയിം തന്നെ കേട്ടോ. ദെൻ മോർണിംഗ് ലീവ് ആഫ്റ്റർനൂൺ പ്രസന്റ് എങ്ങനെയായിരിക്കും കൊടുക്കേണ്ടത്? മോർണിംഗ് ലീവ് ആഫ്റ്റർനൂൺ പ്രസന്റ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? വരാം ഓക്കെ, ലെഫ്റ്റ് സൈഡ് കറക്റ്റ് കോർണറിലായിട്ട് അല്ലെ? കറക്റ്റ് കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് എഡ്ജസ്റ്റ് കറക്റ്റ് ആണ്. ദെൻ ഫുൾ ഡേ ലീവ്. ഫുൾ ഡേ ലീവ് ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്? 1 വരെ മാർക്കിംഗ് അല്ലെ? ഫുൾ ഡേ ലീവ് ആണെങ്കിൽ 1 എന്നൊരു മാർക്കിംഗ്. ദെൻ ഫുൾ ഡേ ആബ്സെന്റ് ആണെങ്കിലോ? ഫുൾ ഡേ ആബ്സെന്റ് ആബ്സെന്റിന്റെ എ ഡിനോട്ട് ചെയ്തിട്ട് എ എന്ന് രേഖപ്പെടുത്താം. ഓക്കെ, ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ പറഞ്ഞു തരട്ടെ പഠിക്കാനുള്ളത്. അത് മാത്രം പഠിച്ചു വെച്ചാൽ ലാസ്റ്റ് വൺ ഫുൾ ഡേ ലീവ് അബ്സെന്റ് പറയുന്നില്ലേ? അത് രണ്ട് ലീവ് അബ്സെന്റ് ഒന്നല്ലേ? ലീവ് ആബ്സെന്റ് ഒന്നേ അങ്ങനെ കൊടുത്തിരിക്കുന്നുള്ളൂ കേട്ടോ. അതില് ഒന്നും മറ്റേ എയും പറഞ്ഞിരിക്കുന്നു. അതാ ഡൗട്ട്. ഇല്ലില്ല, അങ്ങനൊന്നുമില്ല കേട്ടോ. ആബ്സെന്റ് എ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫുൾ ഡേ ലീവിന് 1 മാർക്കിംഗ്. നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് ഈ 4 എണ്ണം പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫുൾ പ്രസന്റ്, മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ്, മോർണിംഗ് സ്പോട്ട്, ദെൻ ആഫ്റ്റർനൂൺ സ്പോട്ട്. 1, 2, 3, 4, 5, 6 ഈ 6 എണ്ണം പഠിച്ചു വെക്കുക കേട്ടോ. എക്സാമിന് അത്രയൊക്കെ ചോദിക്കാറുള്ളൂ. പഠിച്ചോളൂ ബാക്കി, പക്ഷെ ചോദിക്കാറുള്ളത് ഇത്രയും കാര്യങ്ങൾ. ഈ 5 എണ്ണത്തിൽ ചോദിക്കാറുള്ളൂ. ഒന്നുകൂടി പറയണോ? ഇത് അല്ല, ഇപ്പൊ മെയിൻ ആയിട്ട് പറഞ്ഞത് 6 എണ്ണം. ഫുൾ പ്രസന്റ്, മോർണിംഗ് പ്രസന്റ്. അപ്പൊ ചോദിക്കുന്നത് ചിലപ്പോ നമ്മൾക്ക് ഈ ബോക്സിൽ വരകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതെ, മോർണിംഗ് പ്രസന്റ് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ മോർണിംഗ് പ്രസന്റ് ഏതാണ് കണ്ടുപിടിക്കാനായിരിക്കും. അപ്പൊ നമ്മൾ ഇതിൽ ഏതെങ്കിലും വരച്ച് പഠിക്കണം. ഈ 6 എണ്ണം ഫുൾ പ്രസന്റ്, മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ്, മോർണിംഗ് സ്പോട്ട്, മോർണിംഗ് ആബ്സെന്റ്, ആഫ്റ്റർനൂൺ സ്പോട്ട്. അവിടെ ആഫ്റ്റർനൂൺ സ്പോട്ട് വരെ നിങ്ങൾ പഠിച്ചിരിക്കാം കേട്ടോ. ബാക്കി ഓർമ്മയിൽ ഉണ്ടായിരിക്കണം, എങ്കിലും ചോദിക്കാറുള്ളത് 6 എണ്ണമാണ് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ യൂണിറ്റ് 2 തീർന്നു കേട്ടോ. യൂണിറ്റ് 2 തീർന്നു. ലാസ്റ്റ് രണ്ടെണ്ണം സെയിം മീനിങ് തന്നെയല്ലേ? ഫുൾ ഡേ ലീവും ഫുൾ ഡേ ആബ്സെന്റ് എന്ന് പറയുന്നത്. ഫുൾ ഡേ ലീവും ഫുൾ ഡേ ആബ്സെന്റും എന്താണ് ചോദിച്ചത്? എന്താണെന്നാണോ? രണ്ടും ഒരേ മീനിങ് തന്നെയാണല്ലോ. ഒരേ മീനിങ് തന്നെയാണ്, പക്ഷെ രജിസ്റ്ററിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് കേട്ടോ. ഒരേ മീനിങ് തന്നെയാണ്, പക്ഷെ റെക്കോർഡിംഗിൽ രേഖപ്പെടുത്തുന്ന ഈ ഒരു രീതിയിലാണ്. അത് സ്കൂൾ സിസ്റ്റവുമായി ബന്ധപ്പെട്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ 6 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സ്പീഡിൽ പോയത് എന്താന്ന് മനസ്സിലായോ? നമ്മളോട് 31 സ്റ്റാർട്ട് ചെയ്യുന്നു. 31-നുള്ളിൽ 30-ക്കുള്ളിൽ തീർക്കാൻ പറഞ്ഞിട്ടുണ്ട് ചാപ്റ്റേഴ്സ്. അതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ പോയത്. മനസ്സിലാവാതിരുന്നില്ലല്ലോ ആർക്കും? ഇല്ല, അത് പോയിരുന്നില്ലേ ചാപ്റ്റർ 2? ശരി, ആയിരുന്നു. 2 ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. യൂണിറ്റ് 3യും ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് ടീച്ചർ ആയിരിക്കും. അതെ പ്രജു, അതെ. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് കൊടുക്കും ടീച്ചർ. പിന്നെ വരുന്നത് ബാക്കി അപർണൻസ് ഏതൊക്കെ എടുത്തിട്ടുണ്ട്? കമ്മ്യൂണിക്കേഷൻ എടുത്തു. പിന്നെ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം ടീച്ചർ ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. ഡെവലപ്മെന്റൽ പ്രൊഫൈൽ എടുത്തായിരുന്നോ? പ്രൊഫൈൽ എടുത്തിരുന്നോ? ഡെവലപ്മെന്റൽ പ്രൊഫൈൽ ഇല്ല, അത് ടീച്ചർ എടുക്കും. അവർണൻസ് എടുക്കും. ടീച്ചർ എടുക്കുന്നത് ഈ യൂണിറ്റ് 6 ആയിരിക്കും. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. സോറി, സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് യൂണിറ്റ് 3യും
6ഉം 1ഉം 2ഉം ടീച്ചർ എടുക്കുന്നത്. ബാക്കിയൊക്കെ അവർ സംസാരിക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്ക് ലെഫ്റ്റ് ആവാം. സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? സൈൻ ഔട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അത് പ്രിപ്പയർ ചെയ്യാറില്ല, അതൊന്നും സമയമില്ല നിങ്ങൾക്ക്. ഞാൻ പറയാം. ഓക്കെ. Trust is the most precious thing. It take a gain. It take only moment to lose. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുന്നു, നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മതി. Signing out, Mohsin. ഓക്കെ സിനാൻ, താങ്ക് യു സോ മച്ച്. നിഷാന എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നിഷാന എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നിഷാന കേൾക്കുന്നില്ലേ? ആ മിസ്സേ തിരക്കിലായി പോയി, അതുകൊണ്ടാണ് ഓക്കെ താങ്ക് യു മാം. Thank you, ma'am. ശരിയല്ലോ. ശബ്ദം Thank you, ma'am. ഷാന ഓക്കെ. താങ്ക് യു മിസ്. യെസ് ഓക്കെ മിസ്സേ ഞാൻ ഇന്നത്തെ ക്ലാസ് നാളെ റെക്കോർഡ്. ഓക്കെ ശരി, താങ്ക് യു സോ മച്ച്.